ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അല്പനിമിഷത്തിനകം ഏലിയാവ് എടുക്കപ്പെട്ടു. അവിടെ ഏലീശ അങ്ങനെ നിൽക്കുക. ആമേൻ, ഹല്ലേലൂയ. അവിടെ ഒരു കാര്യം സംഭവിച്ചു. ഏലിയാവിന് മേൽ കിടന്ന പുതപ്പ് ഏലീശയുടെ മേലേക്ക് വന്ന് വീണു. ആമേൻ, നല്ല തണുപ്പാണ്, യോർദാന്റെ കരയാണ്. ആമേൻ, ഏലീശ ഒരു കാര്യം ചെയ്തു. ആ പുതപ്പെടുത്ത് ആമേൻ നല്ലപോലെ ചുറ്റി പൊതിഞ്ഞ് അവിടെ നിന്നു. യജമാനൻ എന്താണേലും പോകുന്ന നേരത്ത് തണുപ്പ് മാറ്റാൻ ഒരു പുതപ്പ് തന്നിട്ട് പോയല്ലോ എന്നും പറഞ്ഞ് അവൻ നിന്നില്ല. അവൻ ഒരു കാര്യം ചെയ്തു. ഇതൊരു പുതപ്പല്ല, ഇതൊരു അടയാളമാണ്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം. ഇങ്ങോട്ട് വന്നപ്പോ ചിലതൊക്കെ ഞാൻ കണ്ടതാ. അതൊരു കാര്യം എനിക്കറിയാം. ആ എല്ലാ സംഭവത്തിനും കാരണം ഞാൻ കണ്ട ഏലിയാവല്ല. ഏലിയാവിന്റെ കൂടെ ഒരു ദൈവമുണ്ടെന്ന് ഞാൻ കണ്ടതാ. എന്റെ ദൈവത്തിനൊരു കാര്യമുണ്ട്. അവന് പക്ഷാഭേദമില്ല, അവന് വികാരമില്ല, ഗതിഭേദത്തുള്ള ആച്ഛാദനമില്ല. അവനൊരു കാര്യം നന്നായിട്ട് അറിയാം. അവൻ ഏലിയാവിന്റെ കൂടെ ഇരുന്നെങ്കിൽ എന്റെ കൂടെയുമുണ്ട്. അല്ലോടി, ഇവിടെ കാണുന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഏലീശ ഇപ്പോ അല്ലോടി മറ്റ് ശിഷ്യന്മാരെല്ലാം അക്കരെ നിൽക്കുക, ഇവന്റെ സന്നാഹം മുഴുവൻ അക്കരെ നിൽക്കുക. ഏലീശ ഇക്കരെ നിൽക്കുക. അവൻ ഏലിയാവ് എടുക്കപ്പെട്ടു. ഏലീശ ഒറ്റപ്പെട്ടു നിൽക്കുക. അവൻ ഏലീശയുടെ കയ്യിൽ ഒരു പുതപ്പുണ്ട്. ഈ പുതപ്പ് ഹല്ലേലൂയ അവൻ അക്കരെ കൊണ്ട് നീ പൊതിഞ്ഞ് നിന്നെ തന്നെ സുരക്ഷിതമായിട്ട് നിൽക്കാനല്ല കേട്ടോ. ഹല്ലേലൂയ. ഈ പുതപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലകളിൽ ഏലിയാവിൽ നടന്നിട്ട് ഇനി നടക്കത്തില്ലെന്ന് ഈ നോക്കി നിൽക്കുന്നവരെല്ലാം പറഞ്ഞത് നിന്നിൽ കൂടെ വെളിപ്പെടുത്താനായിട്ട്. ആമേൻ, ഹല്ലേലൂയ. നീ ആരെ വിട്ടെല്ലാം ദൂരെ പോയിരിക്കുന്നു, ഏതെല്ലാം നിന്നെ വേർപെടുത്തി പോയോ, എവിടെല്ലാം നീ ഒറ്റപ്പെട്ട് നിൽക്കുന്നു, ഈ പുതപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. നീ ഒരൊറ്റ അടി അടിച്ചാൽ ആമേൻ ഏലിയാവ് എടുക്കപ്പെട്ടു. ഏലിയാവിന്റെ ദൈവം നിന്റെ കൂടുണ്ട്. ഏലിയാവ് എടുക്കപ്പെട്ടു. ഏലിയാവിന്റെ ദൈവം നിന്റെ കൂടുണ്ട്. ഏലിയാവ് എടുക്കപ്പെട്ടു. ഏലിയാവിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് യോർദാൻ പിളരാൻ പോകുന്നത് ഏലിയാവ് നിന്റെ കൂടെ ഉള്ളത് കൊണ്ടല്ല, ഏലിയാവിന്റെ ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഈ പുതപ്പ് ഹല്ലേലൂയ നിന്റെ ഒറ്റപ്പെടലുകളെ മാറ്റാനായിട്ട്, നിന്റെ ദുർഘടങ്ങളെ മാറ്റാനായിട്ട്, നിന്നെ ഹല്ലേലൂയ യോർദാൻ ഹല്ലേലൂയ ആമേൻ യോർദാന്റെ അപ്പുറത്ത് ആമേൻ നിന്നെ ഒറ്റപ്പെടുത്തി നിർത്താനായിട്ടല്ല. ആമേൻ, ഹല്ലേലൂയ. ഈ പുതപ്പ് നിന്റെ കയ്യിൽ തന്നത് ആമേൻ ഇതിനെ അടിച്ചു കീറി യോർദാന്റെ അക്കരയെത്തി. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഏലിയാവ് നിർത്തിപ്പോയെടുത്ത്, ഏലിയാവ് മടുത്തു പോയെടുത്ത്, ഏലിയാവ് ചെയ്യാതെ പോയ ചില കാര്യമുണ്ട്. അത് നിന്നെ കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഈ പുതപ്പ് വെറുതെ ഭംഗിക്ക് തന്നതല്ല. ചിലർ നിർത്തിയിട്ടത്, ചിലര് മതിയാക്കിയത്, ചിലര് മടുത്തുപോയത് അറിവില്ലായ്മ കൊണ്ട്, ഹല്ലേലൂയ ഭയം കൊണ്ട്, ചില വെല്ലുവിളികൾ കൊണ്ട് മടുത്തുപോയ ചിലതിന്, നിർത്തിയിട്ട ചിലതിന് നിന്നിലൂടെ വീണ്ടും ആരംഭിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുതപ്പ് വെറുതെ തന്നല്ല കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിഞ്ഞവൻ, ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിഞ്ഞവൻ. അവൻ എന്ത് ചെയ്തു? അന്ത്യകാലത്ത് അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിച്ച നിങ്ങൾ മുഖാന്തരം വെളിപ്പെട്ടു. Amen. Hallelujah. Praise the Lord. അപ്പൊ എന്താ സംഭവിക്കണ്ടേ? അവൻ വെളിപ്പെടണം. വെളിപ്പെടണം എന്ത് ചെയ്യണം? അവൻ മുഖാന്തരം ദൈവത്തിൽ. അത്രേ ഉള്ളൂ. ആരാ തല കേൾപ്പിക്കണ്ടേ? പറ, എത്ര ദിവസം ഉപവാസം ഇരിക്കണം? നിങ്ങൾ വാക്യം നോക്കിട്ട് പറ. ഇത് ബൈബിളിലെ വാക്യമാണ്. ഞാൻ പ്രത്യേകിച്ച് USB ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് കൊണ്ടുവന്ന് പ്രൊജക്ട് ചെയ്തിരിക്കുന്നതല്ല ഇത്. അവൻ ലോകസ്ഥാപനത്തിനുമേ വായിച്ച എല്ലാവരും വായിച്ചേ. ശബ്ദമൊന്നും ഇല്ലല്ലോ. ഒന്ന് വായിച്ചേ. ഓക്കെ. അവൻ വെളിപ്പെടണം. അവൻ എന്ത് ചെയ്യണം? വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? അവൻ മുഖാന്തരം. അപ്പൊ അവൻ മുഖാന്തരം വിശ്വസിക്കുന്നവരിൽ എന്ത് ചെയ്യും? അവൻ വെളിപ്പെടും. ആമേൻ. അവൻ വെളിപ്പെടും. അവൻ വെളിപ്പെടും. ആര് വെളിപ്പെടും?
ആര് വെളിപ്പെടും? ലോക സ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവൻ വെളിപ്പെടും. ആരാ? ലോക സ്ഥാപനത്തിന് മുൻപേ മുൻ അറിയപ്പെട്ടവൻ. ആമേൻ. ആരാണ്? ലോക സ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവൻ. അവനെന്താ ലോക സ്ഥാപനത്തിന് മുമ്പേ ചെയ്തത്? എന്താ? വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യം. ഒരു മിനിറ്റ്. 8-ാം വാക്യം. ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. ആമേൻ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ, കുഞ്ഞാടിനെ കുറിച്ച് എന്താ പറഞ്ഞ? ലോക സ്ഥാപനം മുതൽ എന്ത് സംഭവിച്ചു? അറുക്കപ്പെട്ടു. അപ്പൊ ലോകസ്ഥാപന സമയത്ത് ആമേൻ, അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അക്കാലത്ത് ആരും പാപം ചെയ്തിട്ടില്ല. അക്കാലത്ത് ആരും പാപം ചെയ്തിട്ടില്ല. അക്കാലത്ത് ആരും രോഗികളില്ല, ശപിക്കപ്പെട്ടവരില്ല. ആദാം പാപം ചെയ്തില്ല, ആദാം ഉണ്ടായിട്ട് പോലുമില്ല. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളുടെ മക്കൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ജനിക്കാതിരിക്കുന്ന കുഞ്ഞിന് ഡ്രസ്സ് വാങ്ങിക്കും, വീട്ടിലെ അന്തരീക്ഷമൊക്കെ അതനുസരിച്ച് ക്രമീകരിക്കും, അല്ലേ? പേര് വരെ നിശ്ചയിക്കും. ഇപ്പോഴത്തെ കാലമാണ് ഞാൻ പറയുന്നത്. പണ്ട് അങ്ങനല്ല. അരി ഇടിച്ചോണ്ടിരിക്കുമ്പം അമ്മച്ചി പറയും ഞാൻ പോയി പ്രസവിച്ചെന്ന് പറഞ്ഞു പോയി പ്രസവിച്ചു. പക്ഷെ ഇന്ന് കാലം മാറി. പിന്നെ പണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ക്രമീകരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക, അല്ലേ? ഇവിടെ പറയുകയാണ് കർത്താവ് ലോക സ്ഥാപനത്തിന് മുമ്പേ അടിക്കപ്പെട്ടവൻ, അറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഈ കർത്താവിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? നീ പാപം ചെയ്യുന്നതിന് മുമ്പേ അതിന് പരിഹാരം വരുത്തി. നമ്മൾ പറയാ ഞാൻ സാധു ക്ഷീണൻ കുരുടൻ. നീ സാധുവും ക്ഷീണനും കുരുടനും ആവുന്നതിന് മുമ്പ് തന്നെ നിന്റെ സാധു അവസ്ഥ മാറ്റി, നിന്റെ ക്ഷീണാവസ്ഥ മാറ്റി, നിന്റെ കുരുട്ടിന്റെ അവസ്ഥ മാറ്റി. ഇത് വെളിപ്പെട്ട് വന്നാ മതി. ഇത് ലോകസ്ഥാപനത്തിനുമേ മുന്നറിഞ്ഞ ഒരു കാര്യമാ. ഇതൊന്ന് വെളിപ്പെട്ട് വന്നാ മതി എന്ന്. അപ്പൊ അത്ഭുതം ഇരിക്കുന്നത് എവിടെയാ? വെളിപ്പാടിലാണ്. നമ്മൾ വായിക്കാം എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 9:26. ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എപ്പോഴാ പ്രത്യക്ഷനായി? നിങ്ങൾ വായിച്ചേ, ലോക അവസാനം. അപ്പൊ അവസാനിച്ചു. ഇത് പ്രത്യക്ഷനായപ്പോഴേ എന്ത് ചെയ്തു? ഇതിന് സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ അങ്ങനെ കാത്തിരിക്കേണ്ട, അവസാനിച്ചു. നിങ്ങൾ വാക്യം വായിക്കും. നിങ്ങൾ അറിയാവുന്നവരൊന്ന് വായിച്ചു. നിങ്ങൾ അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പൊ പ്രത്യക്ഷനായപ്പോ തന്നെ എന്ത് സംഭവിച്ചു? ലോകം അവസാനിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എവിടല്ല? ലോകത്തിലല്ല. നിങ്ങൾ എവിടെയാ നമ്മള്? എഫേസ്യർ 2:6-7 പറഞ്ഞു വെച്ചിരിക്കുക, നമ്മളെ എന്ത് ചെയ്തു? അവനോടുകൂടെ ഉയർപ്പിച്ച് ആരോടുകൂടെ? അവന്റെ കൂടെ ഉയർപ്പിച്ച് അവിടെ ഇരുത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഇപ്പൊ എവിടെയാ? സ്വർഗത്തിലാ. അപ്പൊ ഇതെന്താന്നറിയും? ഇതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അതിന്റെ 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം, അല്ല 17-ാമത്തെ വാക്യം, 16-ഉം 17-ഉം വായിച്ചു. റോമാലേഖനം 8-ാം അധ്യായം 16-ഉം 17-ഉം. ആത്മാവ് തന്നെ നമ്മളോട് സാക്ഷ്യം പറയുന്നു.
നാം മക്കളെങ്കിലോ അവകാശികളും തന്നെ. ഈ വാക്യം നല്ലപോലെ ശ്രദ്ധിക്കാൻ കേട്ടോ. ഇത് ഇങ്ങനെ ഈ ഒരു വാക്യം വായിച്ചില്ലെങ്കിൽ സമാധാനം ഇല്ലാതാകുന്നവരുണ്ട്. അതുകൊണ്ട് ഈ നല്ലപോലെ ഒന്ന് വായിക്കണം, സമാധാനം കിട്ടും. വായിച്ചു. നാം നമ്മള് മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളും തന്നെ. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്. അയ്യോ കഷ്ടം. അതൊന്ന് കേട്ടില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയ്ക്കൊക്കെ ഒരു കൊഴുപ്പില്ല. കഷ്ടത. നമുക്ക് എന്ത് വേണം? കഷ്ടത. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ജയിച്ചിരിക്കുന്നു. ഇവിടെ അപ്പൊ തേജസ്കരിക്കപ്പെടാൻ എന്ത് വേണം? തേജസ്കരിക്കപ്പെടാൻ എന്ത് വേണം? ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാവരും നല്ലപോലെ ഒന്ന് പറഞ്ഞേ. നല്ല പേടി, കഷ്ടമൊന്നും വരത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പറ. ഇത് കഷ്ടമായിപ്പോയി. ശരിക്കും പറ, നല്ലപോലെ ഒന്ന് പറ. അവനോട് കൂടെ ആദ്യം പറഞ്ഞ പോലെ പറ. കഷ്ടം തേജസ്കരിക്കപ്പെടണ എന്ത് വേണം? ആർക്കൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു. അതായത് കഷ്ടം അനുഭവിക്കണമെന്ന് മാത്രമായിരുന്നെങ്കിൽ പെട്ടുപോയനെ. പക്ഷെ ചേർത്തെഴുതിയിരിക്കുന്ന എന്നാണെന്നറിയാമോ? അവനോട് കൂടെ. ഇപ്പോ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോവാം. ആരുടെ കൂടെ? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഡ്രസ്സ് മേടിക്കാനായിട്ട് ടെക്സ്റ്റൈൽ ഷോറൂമിൽ പോവാം. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് സാധനം വാങ്ങിക്കാൻ പോവാം. കുഞ്ഞുങ്ങള് നിങ്ങളുടെ കൂടെ ഓടി വന്നിട്ട് അവിടെ ഇരിക്കുന്ന നല്ലൊരു ചുരിദാറിൻ്റെ ഡ്രസ്സ് എടുത്തു. അവിടെ പോയ ഉടനെ പറഞ്ഞു, എനിക്ക് ഇന്ന പലഹാരം വേണം. എടുത്തു. ഈ കുഞ്ഞിന് ബില്ലിനെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? നമുക്ക് എന്ത് ചിന്തയേ ഉള്ളൂ? നമുക്ക് ഈ കുഞ്ഞ് ഓടിപ്പോകുമ്പോഴെല്ലാം നമ്മളാണ് സത്യത്തിൽ ഓടുന്നേ, അല്ലേ? അവന് കാലിട്ടടിക്കുന്നു, നമ്മള് ചങ്കിട്ടടിക്കുന്നു. അവന് സന്തോഷം, അവൻ ഓടുക. പക്ഷെ നമുക്ക് വെപ്രാളവാ. എന്താ കാര്യം? ഇവൻ ചെയ്യുന്നതിനെല്ലാം എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്ക് പോകുമ്പോഴാ പ്രശ്നം. ഇതാണെങ്കിൽ കുഴപ്പമില്ല. തേജസ് കിട്ടാനായിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് തേജസ് കിട്ടാനാണ് ജീവിതകാലത്ത് കിട്ടത്തില്ല. പക്ഷെ അവന്റെ കൂടെയാണ് നീ എങ്കിൽ, ആമേൻ ഹല്ലേലൂയ, അവന്റെ കൂടെയാണ് നീ പോകുന്നതെങ്കിൽ ഒരു കാര്യമുണ്ട്, നീ ഇപ്പൊ പ്രതീക്ഷിക്കുന്ന പ്രയാസമില്ലേ, അത് മുഴുവൻ അവൻ മറികടന്നതാണ്. അതിനെ മുഴുവൻ അവൻ ജയിച്ചതാണ്. പരിഹാസത്തെ ജയിച്ചതാ, നിന്നയെ ജയിച്ചതാ, പ്രതികൂലങ്ങളെ ജയിച്ചതാ. അവന് വേണ്ടി അല്ല, നിനക്ക് വേണ്ടി. 2 കൊരിന്ത്യർ 5:21 പറയുന്നത്, പാപം അറിയാത്തവനെ പാപമാക്കി. എന്തിനാണെന്നറിയാമോ? ആ നീതി ഇല്ലാതിരുന്ന എന്നെ നീതിമാനാക്കാനായിട്ട്, നീതിയാക്കാനായിട്ട് അവൻ ഹല്ലേലൂയ, അവൻ എനിക്ക് വേണ്ടി പാപമായി, ശാപമായി, ദരിദ്രനായി. അവൻ ഹല്ലേലൂയ. ഇതൊന്നും വെറുതെ എഴുതി വെച്ചിരിക്കുന്നല്ല. നിങ്ങൾ വാക്യത്തിൽ വായിച്ചോ? 2 കൊരിന്ത്യർ 5:21 പറയുന്നു അവൻ പാപമായി. അവൻ 2 കൊരിന്ത്യർ 8:9 പറയുന്നു അവൻ ദരിദ്രനായി. ഗലാത്യർ 5:13 പറയുന്നു അവൻ ശാപമായി. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അവൻ ചെയ്തിട്ടല്ല, അവൻ പാപം ചെയ്തിട്ടല്ല. അവൻ നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ, അവൻ ശാപമായി തീർന്ന കൃപ, അവൻ പാപമായി തീർന്ന കൃപ. അവൻ പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, അവനോട് കൂടെയാണ് നിങ്ങളെങ്കിൽ തേജസ്കരിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ട കാര്യമില്ല. അവന്റെ കൂടെ ഇരുന്നാ മതി. അവന്റെ കൂടെയാണെങ്കിൽ ഒരു കാര്യം പറയാം, അവനിൽ വസിക്കുന്ന അതേ തേജസ്, അവനിൽ വസിക്കുന്ന അതേ തേജസ്, അവനിൽ ഇരുന്ന അതേ തേജസ്, യേശുവിന്റെ നാമത്തിൽ അവനിൽ വസിക്കുന്ന അതേ തേജസ് നിന്റെ മേലേക്ക് വരുമ്പോ, നിന്നിലേക്ക് വരുമ്പോ, ഹല്ലേലൂയ. Praise God. Hallelujah. അപ്പൊ അവനിലേക്ക് വരിക. നമ്മളൊരു വേറൊരു വിഷയത്തിൽ കയറിയിട്ട് ഇങ്ങോട്ട് വന്നാലേ അതിന്റെ ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം എഫേസ്യ ലേഖനം 1-ാമത്തേതിന് 3-4 വാക്യം. Ephesians chapter 1 verse 3 and 4. Ephesians chapter 1 verse 3 and 4. സ്വർഗ്ഗത്തിലെ സകല ആകേണ്ടതിന് നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും
ആകേണ്ടതിന്. ലോക സ്ഥാപനത്തിനു മുമ്പേ ഇതാ കിടക്കുന്നു. ഇവൻ ആരായിരുന്നു? 1 പത്രോസ് 1:20. ഇവൻ ആരായിരുന്നു? ലോക സ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവൻ. ആരാ? ലോക സ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവൻ. ആരായിരുന്നു? ലോക സ്ഥാപനത്തിനു മുമ്പേ യേശു ക്രിസ്തു മുന്നറിയപ്പെട്ടവൻ. എന്നാൽ ഇവിടെ പറയുകയാണ്, നിങ്ങൾ ആരാ? ലോക സ്ഥാപനത്തിനു മുമ്പേ മുന്നറിഞ്ഞവർ. Praise the Lord. Hallelujah. നമ്മളെ അവനിൽ മുന്നറിഞ്ഞ അവനിൽ Hallelujah നമ്മളെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. എന്തിനാ തെരഞ്ഞെടുത്തേ? അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. ആമേൻ. എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. സംഭവിച്ച കാര്യം എന്താ? തെരഞ്ഞെടുത്തു. അത് പണ്ട് കഴിഞ്ഞ കാര്യമാ. തെരഞ്ഞെടുത്തത് എന്തിനാ? ആകാനായിട്ടാ. അങ്ങനെയാണെങ്കിൽ നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തികയ്ക്കും അവന്റെ നാളോളം. നീ എപ്പോഴാണ് ക്രിസ്തുവിനെ അറിയുന്നത്? ആമേൻ. നിന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് നിന്റെ പഠനം പൂർത്തിയാകുമ്പോഴല്ല. ഹല്ലേലൂയ. നീ സ്നാനപ്പെട്ട് കയറിയപ്പോഴല്ല. നീ അഭിഷേകം പ്രാപിച്ച ദിവസമല്ല. നീ അന്യഭാഷ പറഞ്ഞ ദിവസമല്ല. നീ എന്തൊക്കെയോ ആയിത്തീർന്ന ദിവസമല്ല. എന്നാണോ നീ ക്രിസ്തുവിലായത്? എന്നാണോ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത്? അന്ന് നിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. ലോക സ്ഥാപനത്തിനു മുമ്പേ നിന്നെ തെരഞ്ഞെടുത്തത് വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ പറയട്ടെ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ പറയാ, വിശുദ്ധന്മാർക്ക് ആമേൻ ഹല്ലേലൂയ ഉള്ള അവകാശത്തിലേക്ക് നീ ചേരാനായിട്ട് നീ അധ്വാനിച്ച് ആമേൻ ഞരങ്ങി മൂളി കയറേണ്ട കാര്യമില്ല. നിന്റെ അകത്തൊരു അറിവ് കിട്ടിയാൽ മതി. ലോക സ്ഥാപനത്തിനു മുമ്പേ എന്നെ അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത്, ഞാൻ അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ആമേൻ ഹല്ലേലൂയ. ആ തെരഞ്ഞെടുപ്പിന്റെ ബോധ്യമുണ്ടെങ്കിൽ ഈ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞ എന്തുവാ? ഈ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞ ഇപ്പം ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ വീട്ടിൽ ആണ് എന്ന് പറയുന്നത് എന്തോ? ഒരു സ്ഥലം അല്ലേ? നിങ്ങൾ വീട്ടിൽ ആണെന്ന് പറയുന്ന ഒരു സ്ഥലമല്ലേ? വീടെന്ന് പറയുന്ന ഒരു സ്ഥലമല്ലേ? അല്ലേ? കാറിലാണെന്ന് പറയുന്നതോ ഒരു സ്ഥലം അല്ലേ? കാറിലെന്ന് പറയുന്ന ഒരു വാഹനത്തിൽ, ഓഫീസിൽ, കടയിൽ. പക്ഷെ എന്നാൽ അതേ സ്ഥലത്ത് പറയുക അവർ വലിയ കഷ്ടത്തിലാണ്, ഒരു ഭയങ്കര കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞാലോ? സ്ഥലമല്ല, അവസ്ഥ. ഈ കഷ്ടത്തിലാന്ന് പറയാൻ കാരണം എന്നാ? ഇല്ലെങ്കിൽ പറയാണ് സാറ് ഭയങ്കര ദേഷ്യത്തിലാ എന്ന് പറഞ്ഞേ. എന്താ എന്റെ അർത്ഥം? അദ്ദേഹം ദേഷ്യം പ്രകടിപ്പിക്കുന്നു, എല്ലാത്തിനോടും ദേഷ്യം കാണിക്കുന്നു, എല്ലാം ചെയ്യുന്നത് ദേഷ്യത്തിലാണ്. വീട്ടിലെന്ന് പറയുന്ന ഒരു സ്ഥലം, പ്രശ്നത്തിലെന്ന് പറയുന്ന ഒരു അവസ്ഥ. ഞാൻ പറയാം, നീ ക്രിസ്തുവിൽ എന്ന് പറയുന്നത് സ്ഥലത്തെ കുറിക്കുന്നതല്ല. നിന്റെ മനസ്സുകൊണ്ട്, ചിന്ത കൊണ്ട് നീ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവില, നീ കാണുന്നതെല്ലാം ക്രിസ്തുവില, നീ പറയുന്നതെല്ലാം ക്രിസ്തുവില. ഇതൊരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇതൊരു അവസ്ഥയാ എന്ന് പറഞ്ഞ ഞാനൊരു കാര്യം പറയാം. ഏത് സ്ഥലത്തും ഈ അവസ്ഥയിലായി തീരാനായിട്ട് നിനക്ക് പറ്റും. ഏത് സ്ഥലത്തും വീട്ടിലും പറ്റും, ഓഫീസിലും പറ്റും. നീ ക്രിസ്തുവിലാണെങ്കിൽ you can change your situations. You are not a victim of your situation. You are the master of your situation. നീ സാഹചര്യങ്ങളുടെ ഇരയല്ല, നീ സാഹചര്യങ്ങളെ വാഴുന്നവനാ. Because you are in Christ. ഞങ്ങൾ ക്രിസ്തുവില. ആമേൻ എന്ന് പറഞ്ഞ ഞാൻ ക്രിസ്തുവില. നല്ല പോലെ എന്ന് പറഞ്ഞ ഞാൻ ക്രിസ്തുവിലായ നിലയിലൊന്ന് പറഞ്ഞ് ഞാൻ ക്രിസ്തുവില. ഒന്ന് തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ ക്രിസ്തുവില. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവില. നിങ്ങൾ എവിടെയാ? ക്രിസ്തുവില.